കോച്ചർ ക്ഷേത്രം വിഗ്രഹമില്ല, അവിടെ പരബ്രഹ്മമാണ്. ഞാനവിടെ പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞ മാസം. അവിടെ ചെന്നപ്പോൾ ഒരു 10-25,000 ജനം ഇങ്ങനെ ക്യൂ നിൽക്കുക. ഇതെന്തോ? അവർ പറഞ്ഞു, ഈ ക്ഷേത്രത്തിൽ മുഴുവൻ പേർക്കും ആഹാരം കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ആളുകൾ ഇങ്ങനെ കൊണ്ടിടും. അവിടെ 2 ദിവസം കുക്ക് ചെയ്യാവുന്നുള്ളൊരു നേർച്ചയാണ്. വേറെ കുറച്ച് പേരും വിളമ്പി കൊടുക്കാവുന്നൊരു നേർച്ചയാണ്. വിളമ്പാനൊരു 100-150 എണ്ണം. കുക്ക് ചെയ്യാൻ എല്ലാ ദിവസവും ടേൺ വെച്ച് ആൾ വരികയാണ്. അതൊരു നേർച്ചയാണ്. അവിടെ കുക്ക് ചെയ്ത് കൊടുത്താൽ ദേവന്റെ സങ്കല്പം ഉണ്ടാവും, സഹായം ഉണ്ടാവുന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇന്ന് എത്ര പേരായി? 24,000 പേരായി. ഞാൻ ചോദിച്ചു, മാക്സിമം എത്ര വരും? 1,00,000 കടന്ന ദിവസങ്ങളുണ്ട്. 1,00,000 പേർക്ക് ആഹാരം. അപ്പോൾ ഉണ്ടൊരു ലോറി വന്ന് അവിടെ നിർത്തി ഒരു ലോഡ് 10,000 കിലോ അരി അവിടെ ഇറക്കുമതി ചെയ്തിട്ട് അയാൾ തിരിച്ചു പോകാൻ തുടങ്ങാണ്. അപ്പം ഞാൻ അയാളെ വിളിച്ച്, ആരുടെ ഈ ഒരു ലോഡ് അരി തന്നയച്ച്? അത് സിനിമയുടെ മോഹൻലാൽ തന്നയച്ചാണ്. നീ രസീത് വാങ്ങിച്ചിട്ടുണ്ടോ? രസീത് വാങ്ങിച്ചു. രസീത് വാങ്ങിക്കുമ്പോൾ എം ലാൽ എന്ന് എഴുതാവുന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാര്യം മോഹൻലാൽ ഈ ഒരു ലോറി അരി കൊടുത്തു എന്ന് പബ്ലിസിറ്റി കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് നീ രസീത് വാങ്ങിക്കേണ്ടത് എം ലാൽ. ഞാൻ രസീത് വാങ്ങിച്ചു നോക്കി, എം ലാൽ 10,000 കിലോ അരി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ വേറൊരു ലോഡ് വന്നിരിക്കുന്നത് മുഴുവൻ വെജിറ്റബിൾസാണ്. ഇത് ശ്രദ്ധേയമായ ഒരു സംഭവമാണ്. ഏതാ? മനുഷ്യൻ പട്ടിണി കിടക്കാൻ പാടില്ല ക്ഷേത്രത്തിൽ വന്നാൽ. അപ്പോൾ ആ ക്ഷേത്രത്തിനകത്ത് ആഹാരം കൊടുക്കും, പായസം കൊടുക്കും, എല്ലാം